ദീപക് ഇപ്പോൾ ആ സ്ഥലത്ത് നിന്ന് തന്നെയാണ് നമുക്കൊപ്പം നിൽക്കുന്നത്. ദീപക്, അർജുൻ തിരിച്ചു വരില്ല എന്നുറപ്പിച്ച മട്ടിലാണ് ഈ ദൗത്യം അവസാനിപ്പിക്കാൻ അവർ തീരുമാനിച്ചത്. താൽക്കാലികമെന്ന് നമ്മളോട് പറയുന്നുണ്ടെങ്കിലും അവരുടെ മനസ്സിലൊക്കെ ഈ ദൗത്യം അവസാനിച്ചു കഴിഞ്ഞിട്ടുണ്ടാകുമല്ലേ? ഏറെക്കുറെ അത് അവസാനിച്ചു. ഞാനതൊന്ന് എന്താണ് അങ്ങനെ ഇവിടെയുള്ള യന്ത്രങ്ങളൊക്കെ പോയോ, ഇവിടെ ഏതെങ്കിലും തരത്തിൽ ജീവനക്കാരെങ്കിലും ഉണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഒന്ന് പരിശോധിക്കാൻ കൂടിയാണ് വന്നത്. കഴിഞ്ഞ ദിവസമൊക്കെ ഇതിൻ്റെ ഒരു ഭീകരമായ കാഴ്ചകൾ, അത് നൽകിയ വേദനകൾ ഒക്കെ നമ്മൾ പങ്കുവച്ചതാണ്. 3ഓളം മനുഷ്യർ ഇപ്പോഴും കണ്ടെത്താനുണ്ട്. അവരെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടന്നിരുന്നു. പക്ഷേ അത് പൂർണ്ണാർത്ഥത്തിലേക്ക് എത്തിയില്ല. ആ ഘട്ടത്തിലാണ് നമ്മൾ ഇവിടെ നിന്നും മടങ്ങുന്നതിന് മുന്നോടിയായി ുന്നത്. ഇന്നലെ വരെ യന്ത്രസാമഗ്രികൾ ഈ മേഖലയിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ഒന്നും മാറ്റപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ട്രക്ക് ഉൾപ്പെടെ എത്തിച്ചതിന് ശേഷം മാത്രമായിരിക്കും ആ ഒരു നമ്മൾ കാണുന്ന ലോങ് ബൂം എക്സ്കവേറ്റേഴ്സ് ഉൾപ്പെടെ ഈ മേഖലയിൽ നിന്ന് മാറ്റുകയും ചെയ്യുക. അതായത് ഇവിടെ കൃത്യമായി മണ്ണ് നീക്കം ഉൾപ്പെടെ നടത്തുന്നതൊക്കെ നമ്മൾ ആ ദൃശ്യങ്ങളിൽ കണ്ടതാണ്. ഈ ഒരു മറുവശത്തെ ദൃശ്യങ്ങളിൽ കൂടി വിജിത്ത് നൽകും. അതായത് ഈ മേഖലയിൽ നിന്ന് മണ്ണിടിച്ചിലുണ്ടാവുകയും അത് ഇവിടെ ഈ ഓരത്ത് നിർത്തിയിട്ടിരുന്ന ലക്ഷ്മണൻ്റെ തട്ടുകടയുടെ ഭാഗത്തായി നിർത്തിയിട്ടിരുന്ന വാഹനത്തെ ഉൾപ്പെടെ തകർത്തുകൊണ്ട് ഈ ഗംഗാവലിയിലേക്ക് പതിക്കുകയുമായിരുന്നു. അതിനുശേഷം പിന്നീട് ആദ്യഘട്ടത്തിലൊക്കെ ചെറിയ രീതിയിൽ അലംഭാവത്തോടു കൂടിയുള്ള പ്രവർത്തനങ്ങൾ ഈ മേഖലയിലുണ്ടായി. പക്ഷേ നമ്മൾ ഉൾപ്പെടെ സജീവമായ ഇടപെടലുകൾ ഈ കാര്യത്തിൽ നടത്തി. അർജുൻ്റെ കുടുംബത്തോടൊപ്പം നിന്ന് അർജുനെ കണ്ടെത്തണമെന്നുള്ള ആ മിഷനിൽ ഉറക്കെ സംസാരിച്ചു. ലോക മലയാളികൾ ഒന്നടങ്കം ആ നീക്കത്തോടൊപ്പം നിന്നു. പക്ഷേ അതിനുശേഷം പല വിധത്തിലുള്ള ശ്രമങ്ങളുണ്ടായി. ഈ മേഖലയിലൊക്കെ വലിയ രീതിയിൽ മണ്ണ് കെട്ടിക്കിടക്കുന്ന അവസ്ഥയുണ്ടായിരുന്നു. അതൊക്കെ ഒരു പരിധിവരെ നീക്കം ചെയ്തു. കൂടുതൽ അങ്ങോട്ട് പോകരുത്. ഈ ഒരു പരിധിവരെ അവിടെയൊക്കെ മണ്ണുകൾ നീക്കം ചെയ്തു. പിന്നീട് ഈ നദിയുടെ ഓരത്ത് വീണ് കിടക്കുന്ന മണ്ണ് നീക്കത്തിന് വേണ്ടി അങ്ങ് ദൂരെ കാണുന്ന തരത്തിലുള്ള 60 ഫീറ്റിൻ്റെ ലോങ് ബൂം എക്സ്കവേറ്റേഴ്സ് എത്തിച്ചു. ഒരു ഘട്ടത്തിൽ മഴ വില്ലനായി വന്നപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന ദൃശ്യങ്ങളിലേക്ക് കൂടി വന്നാൽ ഇവിടെ ഉള്ള രക്ഷാപ്രവർത്തകരുടെ ഭീഷണി ഉണ്ടാകരുത് എന്നുള്ള കണക്കുകൂട്ടലിൻ്റെ പുറത്ത് ഇനിയും മണ്ണിടിച്ചിലുണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്ത ഇത്തരത്തിൽ ബാരിക്കേഡുകൾ സ്ഥാപിച്ചു. ഇങ്ങനെയൊക്കെ കുറേ പ്രവൃത്തികൾ ഈ മേഖലയിൽ നടത്തിയിട്ടുണ്ട്. പക്ഷേ അപ്പോഴും നമ്മളൊക്കെ പ്രതീക്ഷിച്ചിരുന്നത് ഒരു പക്ഷേ ഈ മണ്ണിടിഞ്ഞു വന്നതിൻ്റെ താഴ്ഭാഗത്ത് ആ ട്രക്ക് കുടുങ്ങിക്കിടക്കുന്നുണ്ടാകും എന്നായിരുന്നു. അത് ഉണ്ടായില്ല. ആദ്യഘട്ടത്തിൽ ഇവിടെയുള്ള മണ്ണ് നീക്കമെല്ലാം പൂർണ്ണമായും നടത്തി. അത് സമ്മർദ്ദമൊക്കെ വന്നതിന് ശേഷമാണ് അത് സംഭവിക്കുന്നത്. അതിനുശേഷമാണ് ഈ പുഴയുടെ ഈ ഓരോ ഓരത്തേക്ക് അത്തരത്തിൽ വാഹനം കുടുങ്ങിക്കിടക്കുന്നുണ്ടാകാം. അതായത് ഈ മണ്ണ് ഇടിഞ്ഞു വന്ന മേഖലയിൽ നിന്ന് വാഹനം തെന്നിമാറി പുഴയുടെ ഓരത്ത് ഉണ്ടാകാമെന്നുള്ള സംശയം വന്നത്. അവിടെയുള്ള മണ്ണ് നീക്കത്തിന് വേണ്ടിയാണ് ആ ബൂം എക്സ്കവേറ്റേഴ്സ് ഉൾപ്പെടെ എത്തിച്ച് വലിയ രീതിയിലുള്ള മണ്ണ് നീക്കം നടത്തി. അപ്പോഴൊക്കെ മഴ തിമിർത്ത് പെയ്യുന്നുണ്ടായിരുന്നു. ഓരോ ഘട്ടത്തിലും മഴ പെയ്ത് അങ്ങനെ ഈ ഒരു ദൗത്യത്തെ പല ഘട്ടത്തിലും അവതാളത്തിലാക്കുകയും ചെയ്തു. അതിനുശേഷം പിന്നീട് നമ്മൾ ഡിജിറ്റൽ ടെക്നോളജികൾ ഉപയോഗിച്ചു. ആ ടെക്നോളജി ഉപയോഗിച്ചപ്പോൾ ആദ്യഘട്ടത്തിൽ ഈ കാണുന്ന മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഏതാണ്ട് 3 സ്പോട്ടുകൾ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു. അതായത് ഈ മണ്ണിടിച്ചിലുണ്ടായതിൻ്റെ നേരെ എതിർവശത്ത് ഗംഗാവാലി നദിയിലേക്ക് കണ്ണും നട്ട് നോക്കുമ്പോൾ ഇവിടെ ഞാൻ പോകുന്ന ഈ ഒരു ദിശയിൽ 3 സ്പോട്ടുകൾ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു. അതായത് CP1 എന്ന് പറയുന്നത് ഏതാണ്ട് ഈ ഒരു മേഖലയിലായിരുന്നു. CP2 അതിന് സമാനമായ തൊട്ടടുത്ത മേഖലയിൽ തന്നെ. അതിൻ്റെ നേരെ എതിർവശത്തായിട്ട് CP3 എന്ന് പറയുന്ന സ്പോട്ട് 110 മീറ്റേഴ്സിൽ CP3 എന്ന് പറയുന്ന സ്പോട്ട് ഏതാണ്ട് ലൊക്കേറ്റ് ചെയ്തത് അവിടെയാണ്. അതിനുശേഷമാണ് കഴിഞ്ഞ ദിവസം CP4 എന്ന് നമ്മൾ പേരിട്ട അല്ലെങ്കിൽ ആ ടെക്നോളജിയുടെ ഭാഗമായി മേജർ ജനറൽ ഇന്ദ്രപാലനും സംഘവും വിളിച്ച CP4 അവിടെ ആ നീല ഒരു നിറത്തിലുള്ള ഒരു സാധനം എനിക്ക് അവിടെ കാണാൻ പറ്റുന്നുണ്ട്. ആ മേഖലയിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് CP4 രൂപപ്പെട്ടു. പിന്നീട് ഡൈവിങ്ങിന് വേണ്ടിയുള്ള ശ്രമങ്ങളായിരുന്നു. ആ ശ്രമങ്ങൾ പക്ഷേ പരാജയപ്പെടുന്നത് നമ്മൾ കണ്ടു. ഇന്നലെ ഈശ്വർ മൽപ്പയും സംഘവും എത്തിയപ്പോൾ വീണ്ടും പ്രതീക്ഷയ്ക്ക് കനം കൂടി. അങ്ങനെ ആ പ്രതീക്ഷയുടെ ഭാഗമായി ഈ മേഖലകളിലെല്ലാം ഇതിൻ്റെ ആഴപ്പരപ്പിലേക്ക് അതിൻ്റെ അണ്ടർ കറണ്ടിനെ എല്ലാം ഭേദിച്ചുകൊണ്ട് ഈശ്വർ മൽപ്പയും സംഘവും കൃത്യമായി മുങ്ങി താഴുന്നത് നമ്മൾ കണ്ടു. പക്ഷേ അദ്ദേഹത്തിനും നമ്മുടെ പ്രതീക്ഷകൾക്ക് ചിറകുമുളപ്പിക്കാൻ ആയില്ല എന്നുള്ളതാണ്. ആ മറുകര നമുക്ക് കാണാൻ സാധിക്കും. ആ മറുകരയിലും വീടുകളുണ്ടായിരുന്നു, മനുഷ്യർ താമസിച്ചിരുന്നു. അവരെ കൂടി ഇല്ലാതാക്കിക്കൊണ്ടാണ് ഈ മേഖലയിൽ നിന്ന് ജലം ഈ മണ്ണ് പതിച്ചതോടുകൂടി ആ മേഖലയിലേക്ക് അടിച്ചു കയറുന്നത്. അവിടെയും വലിയ രീതിയിൽ അപകടങ്ങളുണ്ടായി. ഇങ്ങനെ ഈ ശിരൂർ കുന്നിൻ്റെ തൊട്ട് താഴ്വാരത്ത് ഞാൻ നിൽക്കുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് മലയാളികൾക്ക് അർജുനെ കണ്ടുകിട്ടുമെന്നുള്ള പ്രതീക്ഷയുണ്ടായിരുന്ന ആ സ്ഥലത്ത് ഇപ്പോൾ ഇങ്ങനെ നിൽക്കുമ്പോൾ പ്രതീക്ഷകൾക്ക് ഇനി അത്ര കൂടുതൽ ഒരു കനം വെക്കേണ്ടതില്ല എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലാണ് ഇന്നത്തെ ദൗത്യം അവസാനിപ്പിക്കേണ്ടി വന്നത്.
ഒപ്പം തന്നെ മറ്റൊന്ന് നമ്മളിവിടെ നിൽക്കുമ്പോഴും പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇതിലൂടെ രാത്രികാലത്തിൽ ഇപ്പോൾ വാഹനങ്ങൾ കടത്തിവിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഓർക്കുക, ഈ ഒരു മേഖലയിലുള്ള ഈ മണ്ണ് അത് ഇടിഞ്ഞു വീഴാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് ജിയോളജി വകുപ്പ് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. അതുകൊണ്ട് ഈ വഴിക്ക് യാത്ര ചെയ്യുന്നവർ കൂടി ശ്രദ്ധിക്കണം. ഞാനും എളുപ്പം തന്നെ ഈ മേഖലയിൽ നിന്ന് മറ്റൊരിടത്തേക്ക് മാറും. ദീപക് മലയമ്മ കണ്ട ദീപക് മലയമ്മ, ആ മലയുടെ അടിവാരത്തിൽ ദീപക് മലയമ്മ നിൽക്കുകയാണ്. ആ ഷിരൂർ കുന്ന് ഇടിഞ്ഞു വീണുണ്ടായ അപകടം 13 ദിവസം പിന്നിടുമ്പോൾ ആ മണ്ണിടിഞ്ഞു വീണതുപോലെ, ആ മണ്ണ് നദിയിൽ പതിച്ചതുപോലെ അർജുനും വാഹനവും എവിടെയാണെന്നറിയാതെ അന്നത്തെ ആദ്യ ദിവസത്തേതുപോലെ തന്നെ നമ്മൾ നിൽക്കുകയാണോ എന്ന് ചോദിച്ചാൽ ചില സൂചനകളൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. പക്ഷേ അർജുൻ്റെ വാഹനത്തിനടുത്തേക്കോ അർജുനടുത്തേക്കോ നമുക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല. അവിടെ നിന്നുള്ള അപകടമുണ്ടായ സൈറ്റിൽ ദീപക്, ആളും ആരവവും വാഹനങ്ങളും ഒക്കെ ഒഴിഞ്ഞിരിക്കുകയാണ്. ആ ഷിരൂരിലെ മണ്ണിടിഞ്ഞു വീണ ഭാഗത്ത് എവിടെയോ അർജുൻ ഉണ്ടാകാം, അല്ലേ ദീപക്? അത്രയേ ഉള്ളൂ. കാരണം IRB ടീമാണ് ഇവിടെ ഇരിക്കുന്നത്. ഭയ്യ, അവർ മാത്രമായി ഇപ്പോൾ ഈ ദേശീയപാതയുടെ ഓരത്ത് ഇരിക്കാനുള്ളത്. നേരത്തെയൊക്കെ സംഘാംഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ദൗത്യസംഘത്തിൻ്റെ ആളുകളൊക്കെ ഉണ്ടായിരുന്നു. ഇനി അത്തരത്തിൽ ഒരു ദൗത്യത്തിലേക്ക് പോകുകയാണെങ്കിൽ പോലും അത്ര സജീവത ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. ഇനിയിപ്പോൾ മീറ്റിംഗ് കഴിയേണ്ടതുണ്ട്. ആ മീറ്റിംഗിൽ എന്തെങ്കിലും തീരുമാനം വരികയാണെങ്കിൽ എന്നുള്ള ഒരു പ്രതീക്ഷ മാത്രമാണ് അവശേഷിക്കുന്നത്. പക്ഷേ ഈ ഒരു റോഡിൻ്റെ പ്രവൃത്തി ഇങ്ങനെയൊക്കെ തന്നെ വീണ്ടും തുടരുമോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് അത്ഭുതമുണ്ട്. IRBക്കെതിരെ കേസെടുക്കുന്ന നടപടിയിലേക്കൊക്കെ കടന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ തുടർ പ്രവർത്തനങ്ങൾ കുറച്ചുകൂടി നന്നാക്കി ചെയ്താൽ ഒരു പക്ഷേ ഇങ്ങനെ നിരപരാധികളായ മനുഷ്യരെ ഈ മണ്ണിൻ്റെ അടിയിലേക്ക് വിട്ടുകൊടുക്കാതെ അവരെ സംരക്ഷിച്ച് നിർത്താൻ കഴിഞ്ഞാൽ അത് നല്ലതാണ് എന്ന് മാത്രമേ ഈ ഒരു ഘട്ടത്തിൽ ഇവിടെ നിന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. ഇനിയും ഇടിയാൻ നിൽക്കുന്ന ഷിരൂർ കുന്നുകളാണ് എൻ്റെ മുന്നിൽ ക്യാമറ ദൃശ്യങ്ങളിലൂടെ പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. എന്തായാലും ആ സ്പോട്ടുകൾ കേന്ദ്രീകരിച്ചൊക്കെയുള്ള പരിശോധനകൾ ഈ പറഞ്ഞതുപോലെ ഇനിയും സംഭവിക്കുകയാണെങ്കിൽ സംഭവിക്കട്ടെ. അവിടെ നിന്നും അത്തരത്തിൽ അർജുൻ്റെ ട്രക്കെങ്കിലും കണ്ടെത്താൻ കഴിയുകയാണെങ്കിൽ കഴിയട്ടെ എന്ന് മാത്രമേ ഈ ഒരു മേഖലയിൽ നിന്ന് പറയാൻ സാധിക്കൂ. വരുന്ന 4 ദിവസങ്ങൾ, ആ 4 ദിവസങ്ങൾ കഴിഞ്ഞ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഓരോ ബാർജിൽ അതിൽ പ്രത്യേകം സജ്ജീകരിച്ചിരിക്കുന്ന എക്സ്കവേറ്റർ എത്തിച്ച് ഇത്തരത്തിൽ മണ്ണ് നീക്കം നടത്തി അർജുൻ്റെ ട്രക്ക് ഉൾപ്പെടെ കണ്ടെത്താൻ കഴിയുമോ എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരുത്താൻ ജില്ലാ ഭരണകൂടം ഇടപെടൽ നടത്തുമോ എന്നുള്ളത് അറിയേണ്ടതുണ്ട്. സംസ്ഥാനത്തിൻ്റെ നിലപാടെന്തായാലും സംസ്ഥാനം ഇക്കാര്യത്തിൽ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. നേരത്തെയൊക്കെ വരുമ്പോൾ വലിയ ബാരിക്കേഡ് കെട്ടി നമ്മളെ ഉൾപ്പെടെ തടഞ്ഞു നിർത്തിയിരുന്ന ഇടത്താണ് ഇപ്പോൾ ആരും ചോദിക്കാനില്ല, പറയാനില്ല എന്നുള്ള അവസ്ഥയിലേക്ക് നമ്മൾ കടന്നു വരുന്നത്. ഇവിടെ നിന്ന് നിൽക്കാം, നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുവഴി സഞ്ചരിക്കാം എന്ന അർത്ഥത്തിലേക്ക് എത്തിയിരിക്കുന്നു. ദൗത്യത്തിന്റെ ഭാഗമായി മാത്രം ദൃശ്യങ്ങൾ. ദീപക്, ഇനിയിപ്പോൾ നാളെ മുതൽ അവിടെ നടക്കാൻ പോകുന്ന കാര്യം, അവിടെ IRB കമ്പനിയുടെ JCBകളൊക്കെ വരും, റോഡ് നന്നാക്കും, ദേശീയപാതയിലൂടെയുള്ള ഗതാഗതം സുഗമമാക്കും. അതിനായിട്ടുള്ള മണ്ണ് ചെത്തിയൊരുക്കലൊക്കെ അവിടെ നടന്നിട്ടില്ലേ? ആ തൊഴിലാളികളോട് ചോദിച്ചാൽ അറിയാം നാളെ മുതൽ നിങ്ങൾക്ക് പണിയുണ്ടോ എന്ന്. നാളെ ആ പാത നവീകരിക്കണമല്ലോ, ദേശീയപാത തുറന്നു കൊടുക്കണം, ദേശീയപാതയിലൂടെയുള്ള സഞ്ചാരം സുഗമമാക്കണം. മണ്ണൊക്കെ ഇപ്പോൾ മാറ്റിയിട്ടുണ്ട്. മല ഇപ്പോഴും ഒരു ഭീഷണിയായി അവിടെ തന്നെ നിൽക്കുന്നുണ്ട്. ആ മലയ്ക്കൊന്നും താഴേക്ക് ഇടിഞ്ഞു വരില്ല എന്ന ഒരു ഉറപ്പുമില്ല. പലയിടങ്ങളിലും മണ്ണ് ഇളകി വന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഇതിൻ്റെ തൊട്ടപ്പുറത്തുള്ള വലിയ മല ഇടിഞ്ഞു വീണാണ് 11 മനുഷ്യരെ നമുക്ക് നഷ്ടപ്പെട്ടത്. അതിൽ 3 പേർ ഇപ്പോഴും എവിടെയാണ് എന്ന് അടക്കം അർജുനും ലോകേഷും ജഗന്നാഥനും ഇപ്പോഴും എവിടെയാണെന്ന് പോലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇതുപോലെ ഒരു മല 13 ദിവസം മുൻപ് ഇടിഞ്ഞു വീണതാണ് 11 ജീവനുകൾ എടുത്തത്. ആ അപകടത്തിൽ ഒലിച്ചുപോയ വാഹനങ്ങളിൽ ഒന്ന് അർജുൻ്റേതായിരുന്നു. ഒരു ബുള്ളറ്റ് ടാങ്കറിൻ്റെ ക്യാബിനും വെള്ളത്തിൽ പതിച്ചിട്ടുണ്ടെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. ഇതേപോലെ തന്നെയായിരുന്നു ഇടിഞ്ഞു വീണ മലയും നേരത്തെ ഉണ്ടായിരുന്നത്. അത് താഴേക്ക് പതിച്ചത് മഴ തുടങ്ങിയ സമയത്ത് തന്നെയാണ്.